6488. എന്തിന്റെ എന്തിന് എന്റെ ഡ്രൈവിംഗ് ശരിയാത്തോണ്ടാണ് മനസ്സിലായോ? ഒന്നര ഡെലിവറി. ഇത് അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു ബേർഡ്സിന് കൊടുത്തിട്ടില്ല. ഞങ്ങൾ എല്ലാരും ഭയങ്കര ഹാപ്പി ആയി. നല്ലടി അവിടെ കിട്ടണ്ടല്ലോ എന്റെ മക്കളെ. അതൊക്കെ വെൽക്കം ബാക്ക് ടു ചാനൽ ബേർഡ്സേക്ക്. എൻ്റെ പേര് വിശാഖ്. ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല കേട്ടോ. ഒരു വീഡിയോ എൻ്റെ ഒരു അനിയനുണ്ട്. അപ്പൊ അവൻ്റെ ഗേൾഫ്രണ്ട് മീൻസ് കല്യാണം കുറപ്പിച്ചാണ്, മാരേജ് കുറപ്പിച്ചാണ്. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 2-3 ബേർഡ്സിനെ സെറ്റ് ചെയ്ത് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം ഓൻ ഇവിടെയല്ല, ഓൻ പുറത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയാ, അവൻ ചോദിച്ച ബേർഡ്സ് നോർമൽ ബജ്ജീസ് ആണ്. നമ്മൾ നോർമൽസ് ചെയ്യാറില്ലായിട്ടല്ല. ആദ്യം ഉണ്ടായിരുന്നു പോസ്റ്റൽ പാരൻസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മൾക്ക് ഒരു തരത്തിലുള്ള നോർമൽ ബജ്ജീസ് ഇല്ല. അപ്പൊ അത് ഞാൻ വേറൊരു ഷോപ്പിൽ നിന്ന് മേടിച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേർഡ്സിനെ മേടിച്ച് കൂട് അടിച്ച് അതിന് ബോക്സ് അടിച്ചിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ ആണത്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് വേണ്ട വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൊടുക്കാൻ പോകാം. അതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ബെല്ലേക്ക് മറക്കാൻ സബ്സ്ക്രൈബോ, തൊട്ടുള്ള ബെല്ലേക്ക് മറക്ക കേട്ടോ. അപ്പൊ ബേർഡ്സിനെയും കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ, ബേർഡ്സ് താഴെയുള്ളത് നമ്മൾ ഏജറി കയറ്റിയിട്ടില്ല, കാരണം നമുക്ക് അതിനെ കയറ്റാൻ പറ്റൂല കേട്ടോ. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വീഡിയോ എടുക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ നിലവിൽ ഓനക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേരാട്ടോ അത്. ഇതിൽ 2 പേരുണ്ട്, 2 മെയിൽ 2 ഫീമെയിൽസ്. അതിനുള്ള ബോക്സ് അടക്കം നല്ല നൈറ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിലവിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനുള്ള പെറച്ച് കാര്യങ്ങൾ ബോക്സ് എല്ലാം വൃത്തിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് കൊടുക്കാൻ പോകുന്നത്. കാരണം ഒരു വേറെ റിസ്ക് നിർക്കരുത്. ഓരോ ഫുഡിന്റെ ട്രേ, ഫുഡിന്റെ പാത്രം, കാര്യങ്ങൾ ഒക്കെ ഫിൽഫിൽ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്ക്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ എന്താക്കിയിട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ട് നമ്മൾ ബ്ലാക്ക് ബ്യൂട്ടിയിൽ കയറ്റിയിട്ടുണ്ട്. നമ്മൾ കാറിൽ തന്നെയാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. കാരണം അത്യാവശ്യം ലോങ് ഉണ്ട്, ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സെറ്റ് ചെയ്ത് ഓരോ കാറിൽ വെച്ചിട്ട് അവിടെ കൊടുക്കുന്നത്. അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കാണുന്നില്ലേ, ഫുഡ് കാര്യങ്ങളൊക്കെ ആയി തന്നെ ഉണ്ട്. വൃത്തിക്ക് നമുക്ക് കൊടുക്കണം. അവിടെ എല്ലാ കാര്യം സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ നമുക്ക് ഇടറച്ചില്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ, എന്താ ആണ് എൻ്റെ സ്ഥലം കേട്ടോ. എൻ്റെ വീടിൻ്റെ പ്രൈസ് ആണിത്. ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെയാണ് പ്രൈസ് കേട്ടോ വരുന്നത്. അതായത് നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയാണ്. എവിടെയെങ്കിലും പോയാൽ ഇവന്മാരെ ചാടിക്കയറി ഇരുന്നോളൂ. കാരണം ഇവർക്ക് ബേർഡ്സിന് എടുക്കലും കൊടുക്കലൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്റെ കൂട്ടുകാരന്മാരാണ്, ഇതെല്ലാരും കൂടി ഉണ്ട്. 2 hours later. താഴേക്ക് റോഡ് പോയി അടുത്തത് പിന്നെ ഈ പോക്ക് 500 രൂപ അടിക്കേണ്ടി വരും. ഒരു പേടിനെ കൊടുക്കാൻ പോകും. എടാ, നമ്മളിത് ശരിക്കും വരേണ്ടത് നേരത്തെ ഇട്ട പോലെയാണ് വരേണ്ടത്. നീയോ എന്നോട് അയ്യങ്കൊല്ലി എത്തിക്കാൻ പറഞ്ഞു. എണ്ണപ്പാടം ഹൗസ് റീച്ച്ഡ്. ഏതോ ഒരു കാട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല മക്കൾ, ഇതിന്റെ റോഡിന്റെ വണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ? പറ സാറേ. കിളീനെ കൊടുക്കാൻ വേണ്ടി ചാണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ പോകണം നമ്മള്. അതെ, എല്ലാരും ഉണ്ട്, ഫുൾ ടീം ഉണ്ട്. വന്നിട്ട് വിളിക്കാം. ഗൂഗിൾ റോഡ് ഞാൻ പറഞ്ഞതാ അവിടുന്ന് കട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് നേരെ തന്നെ വരണം. പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ നേരെയാണോ? അല്ല മക്കളെ, ഓനെ വിളിച്ചോക്ക്. ഞാൻ വിളിച്ചോട്ടെ ഒരു മിനിറ്റ്. ടാർഗറ്റ് എത്തിയോ? ടാർഗറ്റ് എത്തിച്ചത് മാപ്പ് അയച്ചു തന്നത് അപ്പുറത്ത് കൂടെ. നിങ്ങൾ കഴിഞ്ഞ ടൗണിൽ നിന്ന് തിരിയാ.
ട്രിപ്പാളില്ലേ? വണ്ടി പോവില്ലടാ. വണ്ടി പോയില്ലേ? വണ്ടി പോകുന്നാ നമുക്ക് ഇവിടുന്ന് ബസ്സിന് പോവാ. വണ്ടി 300 മീറ്റർ കൂടെ ഉള്ളൂ. ഇതിപ്പോ അതന്നെയാണ് വീട്. വണ്ടി പോണ തന്നെ. എടാ തിരിക്കാൻ പറ്റൂല. മക്കളെ നിർത്തി നമുക്ക് വിളിച്ചു നോക്കാം. അവിടെ വളവുണ്ട്. പോവാന്ന് പറയുന്നു. ഞാൻ കുളം കിട്ടിയാലോ? നല്ല അടി അവിടെ കിട്ടണ്ടല്ലോ. എന്റെ മക്കളെ ചോദിച്ചോ എന്താ പേരെന്താ? ശ്രീ രാജരാജശ്രീ. ഓഫ് റോഡ് അല്ലേ? ചാണ്ടി വൺ ഡ്രൈവർ കേട്ടോ. ഡ്രൈവർ ഹലോ. നിങ്ങൾ വേറെ ഒട്ടും കൂടെ വന്നേ. എന്റെ ദൈവമേ. ഞങ്ങൾ ബത്തേരി. ഇനിയിപ്പോ ആരാ പ്രോ ഡ്രൈവറാ? ഛർദിച്ച് മരിക്കും. എനിക്ക് വീണ്ടും ഡോർ വേണോ? കയറണോ? അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾ ബേഡ്സിനെ കൊടുത്തു. ഞങ്ങള് നല്ല സൂപ്പർ സ്ഥലത്തെത്തി. കയറി കയറി. ഒന്നൊന്നര ഡെലിവറി. ഇത് അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു ബേഡ്സിന് കൊടുത്തിട്ടില്ല. ഞങ്ങളെല്ലാരും ഭയങ്കര ഹാപ്പി ആയി. ഗൂഗിൾ മാപ്പ് വഴി തെളിക്കുന്നതാണ് ഇങ്ങനെ. ഇത് അവിടെ ക്യാമറ കണ്ടോ നീ? ക്യാമറമാൻ. അപ്പൊ ഗൈസ് നമ്മള് ബേഡ്സിനെ കൊടുത്ത് നല്ല വണ്ടി തിരിച്ചു കേട്ടോ. ബസ്സാണ് ഡ്രൈവിങ്. നേരെ നമ്മള് വീട്ടിൽ പിടിക്കാണ്. കാരണം കുറച്ച് ഡിലേ ആയിപ്പോയി. ഫുഡൊന്നും ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല കേട്ടോ. പോകുന്ന വഴിക്കാണ് കഴിക്കാൻ. നേരെ വിടുക ഞങ്ങൾ വീട്ടിൽ. ഗൈസ് പണി ചെറുതായിട്ട് പാളി. പോലീസ് വെക്കും. ചെക്കിംഗ് ആണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. വീട് നമ്മൾ കൊടുത്തിരുന്ന കഴിക്കാണ്. എന്തായാലും ഇവിടെ പതിവുള്ള കാര്യമാണിത്. ഒരു വീട് ചെക്കിംഗ് അടക്കും. എന്റെ നമ്പറാണ് കൊടുത്തില്ലേ? ഇതുണ്ട്. എന്തിന് എന്റെ ഡ്രൈവിംഗ് ശരിയാത്തോണ്ടാണ്. മനസ്സിലായോ? അതിന്റെ RC ബുക്ക് നോക്കിയാൽ കൊണ്ടാണോ? RC ബുക്ക് തന്നെ നോക്കിയത്. RC ബുക്ക് പെർഫെക്റ്റാ. വെറുതെ ഒരു ബേഡിന് കൊടുക്കാൻ അതിന് വരെ പോലീസ് ശരിയില്ല. ഒരു ലൈസൻസാ നോക്കാം. ചെക്ക് ചെയ്തോ? നിന്നെ ചെക്ക് ചെയ്തോ? കണ്ടോണ്ട് പെട്ടെന്ന് അടുത്ത കാലത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ ഡെലിവറി ചെയ്തിട്ടില്ല. സകലമാന വള്ളിയും പിടിച്ച് ഞങ്ങള്. ഇല്ലാത്തൊരു വള്ളിയില്ല. അല്ല എനിക്ക് അവനോട് വേറെ കാര്യം പറയാനുണ്ട്. ചന്തിക്കോട്ട് ചെന്നാ മതി. അന്നൊക്കെ കണ്ടാറ് ഓനെനിക്ക് 150 റുപ്യ തരാണ്ടോ? അത് മേടിക്കാൻ മറന്നില്ലേ? ഞാൻ പറഞ്ഞാൽ ഞാൻ യൂട്യൂബർ പറഞ്ഞായിരുന്നു. ഇന്നലെ ആഫ്രിക്കനെ പിടിക്കാൻ പോയത് ഫുൾ കച്ചറ. ആൾക്കാരൊക്കെ വന്ന് മറ്റേ ടീമുണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഇവര് രണ്ട് റോഡുണ്ട്. എന്നിട്ടേ ആൾക്കാരൊക്കെ അപ്പൊ ഇവർ ഇതിന് പേരിന് ഡെലിവറി ചെയ്തു കേട്ടോ. ഡെലിവറി ചെയ്തിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. നമ്മൾ പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. വരുന്നുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഏരിയ കയറി ഇവർക്ക് ഉച്ച കഴിഞ്ഞുള്ള ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്താണ് നല്ല മഴ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ബേഡിനെ ഡെലിവറി ചെയ്തു. ഇവിടെ എത്തി, നല്ലത് എത്തിയിട്ടുണ്ട്. പിന്നെ പോയത് ഭയങ്കര രസമായിരുന്നു. കാരണം എല്ലാ രീതിയിലുള്ള പല വള്ളികളും പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ നല്ല ഭയങ്കര രസമായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ചില സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുത്ത് പിന്നെ ഇടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് എല്ലാം കവർ ചെയ്തൂല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം പെറ്റ്സുമായി റിലേറ്റ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.